മനോജ്, വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് ശേഷം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു ഏതാനും മണിക്കൂറുകളായി നഗരം. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആയിരക്കണക്കിന് പേരാണ് ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. പ്രധാനമന്ത്രിയും അത്തരത്തിൽ തന്നെയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പരിപാടിയും, ഔദ്യോഗിക പരിപാടിയും അദ്ദേഹം മാറ്റിവെച്ചില്ല. അദ്ദേഹം കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വരികയുണ്ടായി. വലിയ സന്തോഷമാണ് പങ്കുവച്ചത്. രാജ്യത്തിൻ്റെ വാണിജ്യ വ്യവസായ കവാടമായി വിഴിഞ്ഞം മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതിൽ തുടർന്നുള്ള ഇനിയുള്ള പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനിയൊരു വികസന കുതിപ്പിലേക്ക് നമ്മുടെ കേരളം മാറുന്നു. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും സഹായവും ലഭ്യമാകുമെന്നുള്ളൊരു വാക്കും കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ ഒരു വികസന പദ്ധതി ഇന്ന് നാടിന് സമർപ്പിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ യാത്ര അയക്കുവാൻ വേണ്ടി വന്നവരാണ്. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഓരോ മുഖങ്ങൾ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും. എന്തായാലും ഈ ഒരു വലിയ സ്വപ്ന പദ്ധതി അതിന്ന് രാജ്യത്തിന് സമർപ്പിച്ച ശേഷം അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ ഒരു പദ്ധതി നടപ്പിലാകാൻ വേണ്ടി, അതായത് കാലങ്ങളായി നടപ്പിലാവാത്തത് ഇന്ന് മോദി സർക്കാർ ഉള്ളപ്പോൾ അത് നടപ്പിലായിരിക്കുന്നു. ജനങ്ങൾക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും പങ്കെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. എന്തായാലും വലിയൊരു വികസന കുതിപ്പിലേക്ക് തന്നെയല്ലേ ഈ ഒരു കാൽവെപ്പ്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തന്നെ അല്ല, രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കാൻ തക്ക വലിയൊരു പദ്ധതിയാണ് ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് മുന്നണികൾ വലിയ അവകാശവാദങ്ങളുമായൊക്കെ രംഗത്ത് വരുന്നത് ശരിയാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമില്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും മലയാളികൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇത് എന്തുകൊണ്ട് ഇത്ര കാലവും സാധ്യമായില്ല എന്നുള്ളതാണ് BJP ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ ഫണ്ടിൻ്റെ കണക്ക് പറയുന്നു, ആ കണക്ക് പറയുന്നു, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, വലിയ വലിയ അവകാശവാദങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, നരേന്ദ്രമോദി വന്നില്ലായിരുന്നു എങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടക്കുമായിരുന്നോ? നടക്കാനായിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം MP ആയിരുന്ന ശശി തരൂർ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ശശി തരൂർ ഉണ്ടായിരുന്നു, E അഹമ്മദ് ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, KV തോമസ് ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു, വയലാർ രവി ഉണ്ടായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു, തുടങ്ങി 8ഓളം കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിഴിഞ്ഞത്തിന് ഒരു കല്ലിടാൻ, വിഴിഞ്ഞത്തിൻ്റെ കടലിനകത്തേക്ക് ഒരു കല്ല് കൊണ്ടിടാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. 2014 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രംഗത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ്, അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം പദ്ധതി മുടങ്ങിപ്പോകരുത്, കാരണം രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പദ്ധതി നിലയിൽ ഇത് മുടങ്ങിപ്പോകരുതെന്ന നിശ്ചയദാർഢ്യം മോദി സർക്കാർ സ്വീകരിച്ചത് കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു വരുത്തുകയും ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുകയും ചെയ്തത്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് 10 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നാം കണ്ടത്. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ യാത്രയാക്കിയ ശേഷം ഓരോരുത്തരായി, അതായത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഗവർണർ ഉണ്ടായിരുന്നു. ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും ഈ യാത്ര അയച്ച ശേഷമാണ് ഓരോരുത്തരായി അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വികസന പദ്ധതിയുടെ ഭാഗമാകുവാൻ വേണ്ടി നിരവധി ജനങ്ങളെത്തി. അതോടൊപ്പം തന്നെ പാർട്ടി ചുമതലയുള്ള നിരവധി പേരും അദ്ദേഹത്തെ യാത്രയാക്കാൻ എത്തിയതാണ്. അപ്പോൾ നമ്മളോടൊപ്പം നിവേദിത ചേച്ചി പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പദ്ധതി, അതിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഓരോരുത്തരും ഓരോ മേഖലയിൽ നിന്നും എത്തി. ഇനി ഈ ചുവടുവെപ്പിൽ നിന്ന് മുന്നോട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും വികസിത കേരളം എന്നുള്ളത് ഒരു സ്വപ്നമല്ല, അത് സാക്ഷാത്കരിക്കാൻ പോകുന്ന, യാഥാർത്ഥ്യമാകാൻ പോകുന്ന സംഗതിയാണ് എന്ന് വിളിച്ചോതുന്നതാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന സഭയിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ, അത് രണ്ടും കൂടി ചേരുമ്പോൾ ഈ കേരളത്തിന് വികസിത കേരളം എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വികസിത ഭാരതം എന്ന് പറയുന്നത് കേരളത്തിലെ വികസനത്തോടു കൂടിയേ അത് പൂർത്തിയാകാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് വികസിത ഭാരതം എന്നുള്ള സങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കും എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും അത് തന്നെയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം കൊല്ലം ജില്ലാ പ്രസിഡന്റ്, അതായത് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള S പ്രശാന്ത് കൂടെ ചേരുകയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെ, അതായത് അത്തരത്തിലുള്ള വികസനങ്ങൾ കൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ തുറമുഖം മാത്രമല്ല, റോഡുകളായാലും എല്ലാ തരത്തിലുള്ള വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞതാണ് കൊല്ലം ബൈപ്പാസിൻ്റെ. വികസിത ഭാരതം എന്ന സങ്കല്പം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിർത്തിയത് വികസിത കേരളം എന്ന പുതിയ സങ്കല്പത്തെക്കുറിച്ചാണ്.
ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റം, ഒരു ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റം. ഇവിടെ സൂചിപ്പിച്ചു 40 വർഷമായി മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസ് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 5 വർഷം കൊണ്ട് ആ ബൈപ്പാസിൻ്റെ 100% നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കണ്ടു. ഇന്ന് ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ വിഴിഞ്ഞം മാത്രമല്ല, കേരളത്തിലെമ്പാടും നടക്കുന്ന വികസനം, നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാകട്ടെ, വിമാനത്താവളങ്ങളുടെ കാര്യങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ, ഇപ്പോൾ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വികസിത കേരളം എന്ന് BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയത്തിന് അനുകൂലമായ എല്ലാവിധത്തിലുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഒരുപാട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. അതിനുള്ള പ്രേരണയും ആണ് ഇന്ന് മോദിജിയുടെ പ്രസംഗത്തിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹവും പങ്കുവച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കിയ ശേഷം സൈനിക അതോടൊപ്പം തന്നെ പോലീസ് മേധാവി അടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ വിമാനമുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ യാത്രയച്ച ശേഷം ഓരോരുത്തരും മടങ്ങുകയാണ്. നമ്മളോടൊപ്പം മറ്റൊരാൾ കൂടെ, അതായത് കൊല്ലം ജില്ലയുടെ തന്നെ BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രാജീവ് പ്രസാദ് ചേരുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു, അദ്ദേഹത്തെ യാത്ര അയച്ചിട്ട് എത്തിയിരിക്കുകയാണ്. അതെ 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 ഇപ്പോൾ ഇന്ന് വികസിത കേരളം എന്ന ഒരു തുടക്കം, വികസിത കേരളത്തിന് വേണ്ടി ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ഒരു ആരംഭം മാത്രമാണ്. ഇനി കേരളത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം സംസ്ഥാന അധ്യക്ഷൻ തന്നെ വികസിത കേരളം എന്ന യാത്ര, അപ്പോൾ അതിന് വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് വലിയൊരു മാറ്റം അത് കേരളത്തിനും അതോടൊപ്പം തന്നെ ഒപ്പം രാജ്യത്തിനും അദ്ദേഹം സമർപ്പിച്ച ശേഷം തന്നെയാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുവാൻ വേണ്ടി നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തി. അവർ ഓരോരുത്തരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയെ യാത്രയക്കാനെത്തിയ ഓരോ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഗവർണർ അടക്കം ഈ എയർപോർട്ടിൽ നിന്നും ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നു. എന്തായാലും ഈ വലിയ ഒരു അസുലഭ നിമിഷത്തിന് തന്നെയാണ് എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ യാത്രയ്ക്ക് ഓരോരുത്തരും മടങ്ങുകയാണ്. ശരി മനോജ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അല്പസമയങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ചത്.